നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മലയാളത്തിലെ മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചില അനുബന്ധ വിവരങ്ങളുമാണ്. 10 ചോദ്യമാണ് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിർബന്ധമായിട്ടും ക്ലാസ് കാണുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് തോന്നുന്ന ക്ലാസ്സുകൾ ഏതെല്ലാം ക്ലാസ്സുകളാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ശരിയായ പദം ഏതെന്നതാണ്. ഉത്തരം ഐച്ഛികം എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഐച്ഛികം എന്ന പദം അതിൻ്റെ അർത്ഥം നോക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ഛയ്ക്ക് അനുസൃതമായത്, നമ്മുടെ ഇഷ്ടത്തിനനുസൃതമായത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് ആര്? നമ്മുടെ അച്ഛൻ അല്ലേ. അപ്പോൾ അച്ഛൻ്റെ ചായയാണ് ഇതിന് വരിക ഐച്ഛികം. നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അച്ഛൻ, അച്ഛൻ്റെ ചായയാണ് ഇതിൽ ഐച്ഛികത്തിൽ വരിക. ഇച്ഛയ്ക്ക് അനുസൃതമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് പറയുക ഐച്ഛികം എന്ന് പറയുക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കുക. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? താഴ്വര എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ കിട്ടുന്നത്. താഴ്വര എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ കിട്ടുന്നത്. അതിനു മുൻപ് എന്താണ് വര എന്നറിയണം അല്ലേ. നമ്മളെല്ലാവരും വരയാട് അല്ലേ. നിങ്ങളെല്ലാവരും വരയാടെന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണോ വരയാട്? വരയുള്ള ആടാണോ വരയാട്? അല്ല. വരയാട് എന്ന് പറഞ്ഞാൽ വരൈ എന്ന് പറയുന്ന പ്രദേശത്ത് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വര എന്താണ്? തമിഴിൽ വര എന്ന് പറഞ്ഞാൽ പാറക്കെട്ടിൻ്റെ താഴെയുള്ള പ്രദേശത്തെയാണ് വര എന്ന് പറയുക. നമ്മുടെ മൂന്നാറിനും മറയൂരിനും ഇടയ്ക്ക് ഒരു വരയുണ്ട്, വാഘവര എന്ന് പറയും. വാഘ എന്ന് പറഞ്ഞാൽ ഗംഗേലക, വാഘ എന്ന് പറഞ്ഞാൽ എന്താണ്? ജക്രാന്ത പൂവുകളാണ്. ജക്രാന്ത പൂവുകളെ കുറിച്ച് വളരെ മനോഹരമായ കഥയുണ്ടല്ലേ. നമ്മുടെ സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയിൽ പ്രിട്ടോറിയ എന്ന് പറയുന്ന ഭരണ തലസ്ഥാനത്തിൻ്റെ നടുവിൽ ഒരുപാട്, അല്ലെങ്കിൽ അതിൻ്റെ ഹൃദയഭാഗത്ത് ഒരുപാട് ജക്രാന്ത മരങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ ഇതിൻ്റെ ചുവട്ടിലൂടെ പോവുക. കഥ ഇത്രയേ ഉള്ളൂ. ഈ ജക്രാന്ത പൂവ് തലയിൽ വീഴുകയാണെങ്കിൽ അവർ ആ പരീക്ഷ ജയിക്കുമെന്നാണ്. അപ്പോൾ അതേ ജക്രാന്ത പൂവുകൾ കൊണ്ടാണ് വാഘവര എന്നുള്ള പേര് കേരളത്തിലെ ഒരു സ്ഥലത്തിന് കിട്ടുന്നത്. അപ്പോൾ വര എന്ന് പറഞ്ഞാൽ തമിഴിൽ പാറക്കെട്ടിന് താഴെയുള്ള പ്രദേശമാണ്. ഓക്കെ, വരയാട് എന്നാണ് ആ പാറക്കെട്ടിന് താഴെയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ആട്. അങ്ങനെയാണ് വരയാട് എന്നുള്ള പേര് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ താഴ്വര എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ കിട്ടുന്നത് വിഗ്രഹപദങ്ങളുടെ ഭാഗത്തിൽ വരുന്നതാണ്. വിഗ്രഹിച്ചെഴുതുക എന്നത് നമ്മുടെ സിലബസിലുള്ളതാണ്, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, വരയുടെ താഴ്ഭാഗം എന്നാണ്. വര എന്ന് പറഞ്ഞാൽ പാറക്കെട്ടിന് താഴെയുള്ള ഭാഗം. ഓക്കെ, അപ്പോൾ വരയുടെ താഴ്ഭാഗം എന്നാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം നോക്കുക. ബഹുവചന സ്വഭാവമുള്ള പദം ഏത്? വചനം എന്ന തലക്കെട്ടിൽ വരുന്നതാണ്. നമ്മുടെ സിലബസിൽ വചനം എന്ന തലക്കെട്ടിൽ വരുന്ന ഭാഗമാണിത്. ബഹുവചന സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്നിലധികം കാണിക്കുന്നതാണ് ബഹുവചന സ്വഭാവം. ഒരു നാമം ഒന്നോ ഒന്നിലധികമോ എന്ന് കാണിക്കുന്നതാണ് എന്ത്? വചനം എന്ന് പറയുന്നത്. ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. നമ്മളെ ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിന് മാത്രം പ്രകീർത്തിച്ചുകൊണ്ടിട്ടുള്ളതാണ് ഏകവചനം. ബഹുവചനം പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ളതാണ്. ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ബഹുവചനം. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബഹുവചന ശബ്ദത്തിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തനിച്ച് പറയുമെന്നാണ് ഒരു മര്യാദകേടായിട്ട് നമുക്ക് തോന്നുമല്ലേ. അപ്പോൾ ഏകവചന നാമങ്ങൾക്കൊപ്പം ബഹുമാന സൂചകമായിട്ട് എന്ത് ചെയ്യുന്നു? ചില പ്രത്യയങ്ങൾ ചേർക്കുന്നു. കൾമാറ എന്നീ ബഹുവചന പ്രത്യയങ്ങൾ ചേർക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പൂജക ബഹുവചനം. ഒരു ഏകവചന നാമത്തോടൊപ്പം ബഹുമാന സൂചകമായി കൾമാറ എന്നിവ ചേർക്കുകയാണെങ്കിൽ അതെന്താണ്? നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് പൂജക ബഹുവചനം. ശ്രദ്ധിക്കുക, ഏകവചന നാമങ്ങൾക്കൊപ്പം ബഹുവചനം പ്രത്യയങ്ങളായിട്ടുള്ള ബഹുവചന പ്രത്യയങ്ങളായിട്ടുള്ള അൾ, മാർ, അറ എന്നീ പ്രത്യയങ്ങളൊക്കെ ചേർക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളൂ, അത് പൂജക ബഹുവചനമാണ്. എപ്പോഴും PSC ചോദിക്കാറുള്ളത് സ്വാമികൾ, വൈദ്യർ, തിരുവടികൾ ഇതെല്ലാം എന്തെന്നതാണ്. ഇവയുടെ ഉത്തരം തന്നെയാണ് നമ്മൾ പറഞ്ഞത് പൂജക ബഹുവചനം. ബഹുമാനം കാണിക്കാൻ വേണ്ടി ബഹുമാന സൂചകമായി ഉപയോഗിക്കുന്ന ബഹുവചനമാണ് ഇത്, പൂജക ബഹുവചനം. ഓക്കെ, അടുത്തത് അതിൽ കൂട്ടത്തിൽ പെടാത്ത കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. സ്വാമികൾ, വൈദ്യർ, തിരുവടികൾ ഇവയെല്ലാം എന്താണ്? പൂജക ബഹുവചനമാണ്. ഇതിൽ ബഹുവചന സ്വഭാവമുള്ള പദവി ഏതാണ്? അധ്യാപകർ എന്നുള്ളതാണ്. ഒന്നിലധികം അധ്യാപകർ ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ വൈദ്യർ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ ബഹുമാന സൂചകമായിട്ടാണ് വൈദ്യർ എന്ന് പറയുന്നത്. അടുത്തത് വാജിവാഹനൻ അയ്യപ്പൻ. ഇതിൽ വാജി എന്ന പദം അർത്ഥമാക്കുന്നത്
അപ്പോൾ വാജിവാഹനൻ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക അയ്യപ്പൻ കുതിരപ്പുറത്താണ് വരുന്നത് എന്നാണ്. തെറ്റാണ്. വാജിവാഹനനാണ് അയ്യപ്പൻ. എന്താണ് വാജി എന്ന് പറഞ്ഞാൽ? വാജി എന്ന് പറഞ്ഞാൽ കുതിര എന്നാണ് അർത്ഥം. വാജി എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിര എന്നാണ് അർത്ഥം. അപ്പോൾ ഉത്തരം എന്താണ്? കുതിര എന്നുള്ളതാണ്. അടുത്തത്, പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഇപ്പോഴും നമ്മൾ പറയാറുള്ള വാക്കാണ് പമ്പ കടക്കുക. എന്താണ് പമ്പ കടക്കുക? എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരുപാട് ഉത്തരങ്ങളുണ്ടാവും അല്ലേ? ലക്ഷ്യസ്ഥാനത്തെത്തുക, അല്ലെങ്കിൽ നമ്മുടെ ശബരിമലയുടെ അടുത്തെത്തുക, അതൊക്കെ തെറ്റാണ്. ശരിക്കും പമ്പ കടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കാര്യം ഇങ്ങനെ പറയണം. പനിയൊക്കെ പമ്പ കടക്കും അല്ലേ? അതുപോലെ തന്നെ വേദന പമ്പ കടക്കും, അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ ഈ പമ്പ കടക്കുക എന്ന ശൈലിക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ, തിരികെ വരാത്തവണ്ണം ദൂരത്താവുക. അതൊരിക്കലും തിരിച്ചു വരില്ല. വേദനയൊന്നും ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ദൂരത്തേക്ക് പോകുന്നതിനാണ് എന്ത് പറയുക? പമ്പ കടക്കുക. ഒരിക്കലും തിരികെ വരാത്തവണ്ണം, അല്ലെങ്കിൽ തിരികെ വരാത്തവണ്ണം ദൂരത്താവുക, അതിനാണ് എന്ത് പറയുക? പമ്പ കടക്കുക എന്ന് പറയുക. അടുത്തത്, സെമിക്കോളൻ എന്നതിന് മലയാള പദം. നമ്മൾ പറഞ്ഞു സെമിക്കോളൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമിക്കോളൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സെമിക്കോളൻ എന്ന് പറഞ്ഞാൽ ഒരു കുത്തുണ്ടാവും അല്ലേ? സെമിക്കോളൻ ഒരു കുത്തുണ്ടാവും, ഒരു കോമയുണ്ട്. അപ്പോൾ ഈ കുത്തും കോമയും പറയുന്നവരാണ് അർദ്ധവിരാമം. എന്താണ് അർദ്ധവിരാമം എന്ന് പറഞ്ഞാൽ? എന്താണ്? സെമിക്കോളനാണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. വലയം എന്നാണ് നമ്മൾ സാധാരണ പറയുന്ന ബ്രാക്കറ്റാണ്. ഓക്കെ, അല്പവിരാമം എന്താണ്? അല്പവിരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി നിർത്തും, കോമ ഇടും അല്ലേ? അപ്പോൾ എന്താണ് അങ്കുശം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണ് അങ്കുശം എന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത്, ശരിയായ പദം ഏത്? അസ്തമയം, വിമ്മിഷ്ടം, കയ്യക്ഷരം, സമ്രാട്ട്. ശ്രദ്ധിക്കുക, അസ്തമയം, വിമ്മിഷ്ടം, കയ്യക്ഷരം, സാമ്രാട്ട്. ചില ആളുകൾക്ക് ഇത് വായിക്കുമ്പോൾ വലിയ തെറ്റൊന്നും തോന്നാറില്ല, കാരണം നമ്മളെപ്പോഴും വായ്ത്താരി മാത്രമാണ് അല്ലേ? എഴുതി പഠിക്കേണ്ട കാര്യങ്ങളാണ് കുറച്ച്. ഇതെല്ലാം വരുന്നത് പദശുദ്ധിയിലാണ്. ഓക്കെ, ഇപ്പോൾ പദശുദ്ധിയിൽ ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നോക്കുക, അസ്തമയം എന്നുള്ളത് ശരിയാണ്. അടുത്തത്, അസ്തമയം എന്നുള്ളത് എന്താണ്? ശരിയാണ്. വിമ്മിഷ്ടം എന്നുള്ളത് എന്താണ്? തെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് വിമ്മിഷ്ടം എഴുതുക? വിമ്മിട്ടം എന്നാണ് എഴുതുക. വിമ്മിട്ടം എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ എന്താണ് എഴുതുക? വിമ്മിട്ടം എന്നാണ് എഴുതുക. വിമ്മിട്ടം എന്നാണ് എഴുതുക. ഓക്കെ, അടുത്തത്, കൈയക്ഷരം എങ്ങനെ എഴുതുക? കൈയക്ഷരം എന്ന് പറഞ്ഞാൽ ഈ അലങ്കാര പണികളൊന്നും വേണ്ട. എങ്ങനെയാണ് നമ്മൾ സാധാരണ കൈ എന്ന് എഴുതുന്നത്? അതുപോലെ ഒരു യാ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് എന്ത്? കൈയക്ഷരം എന്ന് പറയുന്നത്. അടുത്തത്, സമ്രാട്ട് എന്നാണ് പറയുക. സമ്രാട്ട് എന്നാണ് പറയുക. സാമ്രാട്ട് എന്ന് പറയില്ല, സമ്രാട്ട് എന്നേ പറയുള്ളൂ. ഇത് പദശുദ്ധിയിൽ വരുന്നതാണ്. അപ്പോൾ നിർബന്ധമായിട്ടത് പഠിക്കണം. അടുത്തത്, കൃതജ്ഞത എന്ന വാക്കിൻ്റെ വിപരീത പദമായിട്ട് ഉപയോഗിക്കുന്നത് ഏത്? കൃതജ്ഞത നമുക്കറിയാം, കൃതജ്ഞത. കൃതജ്ഞത എന്ന വാക്കിൻ്റെ വിപരീതം വരുന്നതാണ് ഏത്? കൃതജ്ഞത. ഓക്കെ, നന്ദി കേട്. ഓക്കെ, കൃതജ്ഞത എന്നതാണ് അതിൻ്റെ വിപരീത പദമായിട്ട് വരുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ക്ലാസ് ഒരുപാട് തവണ പറഞ്ഞതാണ്. താഴെ പറയുന്നവയിൽ അടൂർ സംവിധാനം ചെയ്യാത്ത സിനിമ. നമ്മളെല്ലാം അടൂർ സംവിധാനം ചെയ്തത്, അതുപോലെ തന്നെ നമ്മുടെ MT സംവിധാനം ചെയ്തെല്ലാം പറഞ്ഞിരുന്നു. നോക്കുക, അതിൽ നിന്നൊരു ചോദ്യം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അടൂർ സംവിധാനം ചെയ്ത സിനിമ ഏതെന്നാണ് ചോദ്യം. സ്വയംവരം, നിർമാല്യം, എലിപ്പത്തായം, കൊടിയേറ്റം. നമുക്കറിയാം, നിർമാല്യം ആര് ചെയ്തതല്ല? അടൂർ ചെയ്തതല്ല. നിർമാല്യം ആരാ ചെയ്തത്? MT ആണ് ചെയ്തത്. സ്വയംവരം ആരാ ചെയ്തത്? അത് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനാണ് ചെയ്തത്. ഓക്കെ, അടുത്തത്, കൃതജ്ഞത എന്നതിൻ്റെ വിപരീത പദം നമ്മൾ എഴുതിയതാണ് കൃതജ്ഞത എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ശരിയേത് എന്നാണ് ചോദ്യം. അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം 100ഓളം വീട്ടുകാർ ഒലിച്ചുപോയി, അല്ലെങ്കിൽ ഏകദേശം 100ഓളം വീടുകൾ ഒലിച്ചുപോയി. രണ്ടാമത്തത്, വെള്ളപ്പൊക്കത്തിൽ ഏകദേശം 100ഓളം വീടുകൾ ഒലിച്ചുപോയി. രണ്ടാമത്തെ പ്രസ്താവന നോക്കുക, വെള്ളപ്പൊക്കത്തിൽ 100ഓളം വീടുകൾ ഒലിച്ചുപോയി. മൂന്നാമത്തെ, ഏകദേശം 100 വീടുകളോളം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. നാലാമത്തെ പ്രസ്താവന, 100ഓളം വീടുകൾ വെള്ളത്തിൽ ഏകദേശം ഒലിച്ചുപോയി. ഇത് വാക്യശുദ്ധിയിൽ വരുന്നതാണ്. അപ്പോൾ വാക്യശുദ്ധി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല. നമ്മൾ PYQ നോക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? വാക്യശുദ്ധി പറഞ്ഞു പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വാക്യശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്യശുദ്ധി ഒരു വാക്യത്തിൽ വരുന്ന തെറ്റുകളാണ്. ഒരു വാക്യത്തിൻ്റെ ഘടനയിൽ വരാം, അതിലുപയോഗിക്കുന്ന ഭാഷയിൽ വരാം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട്, വാക്യശുദ്ധിക്കകത്ത് വരുന്നുണ്ട്. ഇതിൽ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം 400ഓളം. ഏകദേശം എന്നുള്ള വാക്കും ഓളം എന്നുള്ള വാക്കും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഏകദേശം, അതുപോലെ തന്നെ ഒരു എന്ന വാക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതെന്തായാലും നോക്കി വയ്ക്കണം. വാക്യശുദ്ധിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഏകദേശം, ഒരു എന്നീ 2 സംഖ്യകൾ എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു എന്ന് പറയുന്ന ഈ 2 പദങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ,
ഒരു ശരിയായ ഉത്തരം എന്താണ്? വെള്ളപ്പൊക്കത്തിൽ 100ഓളം വീടുകൾ ഒലിച്ചുപോയി. അപ്പോൾ അവിടെ ഏകദേശം എന്നുള്ള വാക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാണ്. വെള്ളപ്പൊക്കത്തിൽ 100ഓളം വീടുകൾ ഒലിച്ചുപോയി. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മെറ്റീരിയലാണ്. അതായത് നമ്മൾ മുൻവർഷ ചോദ്യം മാത്രമാണ് നോക്കുന്നത്. നിർബന്ധമായിട്ടും പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വീണ്ടും കൂടുതൽ ക്ലാസ്സുകളുമായി നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.